ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ ബിഗിനേഴ്സ് സ്റ്റിച്ചുകളിൽ രണ്ടാമത്തേതായ ബാക്ക് സ്റ്റിച്ചാണ്. ഓക്കെ, ബാക്ക് സ്റ്റിച്ചിന് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന എംബ്രോയ്ഡറി പാറ്റേൺ ഇതാണ്. ഈ ഒരു താമരയുടെ ഇതാണ്. ഇനി നമുക്ക് എംബ്രോയ്ഡറി സ്റ്റിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ഈ ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ 6 ഇഴയുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് 6 ഇഴയുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നീഡിൽ ഒരു എംബ്രോയ്ഡറി ഹൂപ്പ്, ഫാബ്രിക് അത് നമ്മൾ കോട്ടൺ ഫാബ്രിക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എങ്ങനെ ത്രെഡ് സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം, എങ്ങനെ കോർത്ത് ഇത്ര ചെറിയ ടൈ ആക്കണം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ബാക്ക് സ്റ്റിച്ച് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ഈ ടൈ ചെയ്തിട്ട് ഈ നീഡിലിൻ്റെ താഴെ കൂടെ മുകളിലോട്ട് കയറ്റാം. ഇത് കഴിഞ്ഞ് ആദ്യത്തേതൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ചായിട്ട് താഴോട്ട് ഒരു 1 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ താഴോട്ട് ഇറക്കുക. താഴേന്ന് 1 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ മുകളിലോട്ട് കയറ്റുക. എന്നിട്ട് തിരിച്ച് ബാക്കിലോട്ട് പോവുക. അതുകൊണ്ടാണ് ഇതിനെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. തിരിച്ച് ബാക്കിലോട്ട് പോയിട്ട് ആ പഴയ സ്റ്റിച്ചിൻ്റെ അവസാനത്തു നിന്ന് കുരുത്തെടുക്കുക. ഒരു സ്റ്റിച്ച് ഒരു mm മുന്നോട്ട് കയറിയിട്ട് വീണ്ടും പുറകോട്ട് പോവുക. എന്നിട്ട് പഴയ സ്റ്റിച്ച് എവിടെയാണ് അവസാനിച്ചത് അവിടെ തുടങ്ങുക. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുക, ഗ്യാപ്പില്ലാതെ. അപ്പം ഇത് പുറകോട്ട് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റിച്ച് അടിയിൽ നിന്ന് മുന്നിൽ പിന്നെ 1 mm മുന്നോട്ട് കയറ്റി മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് നമ്മൾ പുറകിലോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റിച്ചുകളും ഒരേ സൈസ് ആവാൻ ശ്രദ്ധിക്കുക. അതുപോലെ വളവുകളും കട്ടിങ്ങുകളും എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് പ്രധാനമായും യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പം ഏതെങ്കിലും ഒരു പിക്ചറിൻ്റെ ഔട്ട്ലൈന്, ഇപ്പോൾ ഇതൊരു ഫ്ലവർ ആണെങ്കിൽ ഇപ്പം റാബിറ്റിൻ്റെ ഔട്ട്ലൈന്, സ്ക്യൂറലിൻ്റെ ഔട്ട്ലൈന്, ബ്ലൂ വെയിലിൻ്റെ ഔട്ട്ലൈന്, ഇതൊക്കെ ചെയ്യാനായിട്ട് ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈന്, ഇങ്ങനത്തെ ഔട്ട്ലൈനുകൾ ചെയ്യാനോ നമ്മുടെ പേരുകൾ എഴുതി ചേർക്കാനോ പേര് ആൽഫബറ്റുകളൊക്കെ എഴുതാനൊക്കെ ഈ ഔട്ട്ലൈൻ സ്റ്റിച്ച് സാധാരണ യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ കാണുന്ന ബാക്ക് സ്റ്റിച്ച്. ഇത് നമ്മൾ ഫുള്ള് ഒരേ സൈസിൽ ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും. നമ്മുടെ പേരുകളൊക്കെ നല്ല ഷേപ്പിൽ, ആൽഫബറ്റൊക്കെ ഷേപ്പിൽ എഴുതാനായിട്ട് നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ച് പ്രധാനമായും ഉപയോഗിക്കുന്നു. നമ്മൾ ഈ എംബ്രോയ്ഡറിയുടെ കർവുകളെല്ലാം ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ടിട്ട് ഷേപ്പ് ആക്കി എടുക്കണം. അല്ലെങ്കിൽ പിക്ചറിൻ്റെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ്ങിൻ്റെ തന്നെ ഷേപ്പ് തന്നെ മാറിപ്പോകാനൊരു സാധ്യതയുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത ഡിസൈന്. ഈ ബാക്ക് സ്റ്റിച്ച് ഒരുവിധമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് കമൻറ്റ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.